ദൈവ സൃഷ്ടിക്ക് ഒരു കോട്ടം വരുത്തുക, അത് മാറ്റാന്ന് പറയുന്നത്, പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് വലിയ ക്രൂരത തന്നെയാണ് കുട്ടികളോട് ചെയ്യുന്നത്. ഈ പറയുന്ന അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിക്ക് ആൺകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ചേലാക്രമം കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഇദ്ദേഹത്തിൻ്റെ പിതാവും ഇത്തരം വാദക്കാരനാണെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ അറ്റത്തും ആ കഷ്ണം ഇപ്പോഴും കാണും. ചേലാക്രമം ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധം. തെളിവുകൾ നിരത്തി മുജാഹിദ്, സുന്നി, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളെ എതിർകക്ഷിയാക്കി ബാലുശ്ശേരി സ്വദേശിയായ അബ്ദുള്ള ഷഫീഖ് അലി എന്ന ഒരു വക്കീൽ ചേലാക്രമം ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് ചെയ്യുന്നത് വലിയ ക്രൂരത തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. തീർച്ചയായും ഖുർആനിൽ എവിടെയും തന്നെ ചേലാക്രമം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് ഇത്തരത്തിൽ ചെയ്യുവാൻ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. സ്വഹാബാക്കളിൽ പലർക്കും ആൺകുട്ടികളുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം ചേലാക്രമം ചെയ്തിരുന്നു. ഖുർആൻ പറയാതെ തന്നെ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഭൂജാതരാകുന്ന കാലങ്ങൾക്ക് മുമ്പ് തന്നെ മക്കയിൽ ചേലാക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ഇബ്രാഹിം നബിയുടെ ചര്യയായതുകൊണ്ട്. തൗറാത്തിൽ അത് പറയുന്നത് കൊണ്ട് തന്നെ ജൂതന്മാരും ഈ കാര്യം ചെയ്യുന്നു. ഹബീബായ നബി തങ്ങളോട് ഇബ്രാഹിം നബിയുടെ ചര്യ പിന്തുടരാൻ പറയുന്നതിലൂടെ ഖുർആനും ചേലാക്രമം ചെയ്യുവാൻ അനുവദിക്കുന്നു. വിവരമില്ലായ്മത്തരം ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കരുത്. എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഇവർ മാറ്റം വരുത്തുന്നു എന്ന് ചോദിക്കുന്ന അബ്ദുള്ള സാഹിബ് ഒരിക്കലും താടിരോമവും മീശയും ഗുഹ്യരോമങ്ങളൊന്നും ഇനി കളയാൻ പാടില്ല. എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു? നഖം തീരെ മുറിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെതിരായിക്കൊണ്ട് ആൺ പെണ്ണാകുന്ന സർജറികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കുവാൻ എന്തുകൊണ്ടാണ് അബ്ദുള്ള സാഹിബ് മറന്നുപോയത്? ഇസ്ലാമിനെ ഏതൊരു തരത്തിൽ താറടിക്കണം എന്ന് നോക്കി നടക്കുന്നവരുടെ കൂടെ കൂടി ഇത്തരത്തിൽ വിവരമില്ലായ്മത്തരം പറഞ്ഞു നടക്കുന്നവരെയെല്ലാം എന്തു ചെയ്യണം? ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ചേലാക്രമം ചെയ്യുന്നത് ലിംഗ ക്യാൻസർ വരുന്നതിനെ തടയും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പുരുഷന്മാർക്ക് മൂത്രമൊഴിക്കുമ്പോഴേക്കും മൂത്രമൊഴിച്ച് കഴിഞ്ഞ ശേഷം ആ തൊലി പുറകോട്ടാക്കിയിട്ട് മൂത്രമൊഴിച്ച ഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ചിലവർക്ക് ഈ സ്കിന്ന് ടൈറ്റായിട്ട് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ കുറേ മൂത്രം കെട്ടിക്കിടക്കും. അതോടുകൂടി തന്നെ നാച്ചുറലായിട്ട് ഒരു പുരുഷൻ്റെ ലിംഗത്തിൽ വരുന്ന ഡിസ്ചാർജ് സ്മെഗ്മ എന്ന് പറയുന്നുണ്ടോ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് കുറേ നാൾ അവിടെ ഇരുന്ന് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് അതിന് ബലനോ പോസ്താറ്റിസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലിംഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള സോഫ്റ്റ് ഭാഗത്തിലും ആ തൊലിക്കും ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതൊരു ഡേഞ്ചർ സിറ്റുവേഷനായി മാറുന്നത്. പിന്നെ ചിലവരിൽ ഈ സ്കിന്ന് പുറകോട്ട് വലിച്ചിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടും ഉണ്ട്. ഒന്ന് പുറകോട്ട് വരാൻ പറ്റില്ല, അതിന് ഫൈമോസിസ് എന്ന് പറയുന്നു. ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അതിന് പാരാഫൈമോസിസ് എന്ന് പറയും. ഈ രണ്ട് സിറ്റുവേഷൻസിലും ചേലാക്രമം വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിക്കൽ സൊല്യൂഷനാണ്. എസ്പെഷ്യലി നമ്മൾ കണ്ടുവരുന്നത് ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തൊലി ടൈറ്റ് ആവുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ആവുന്നു, ഷുഗർ, ചിലപ്പോൾ ചിലവരിൽ നേരത്തെ തന്നെ പ്രമേഹ രോഗം വരാം. അപ്പോൾ എന്താ സംഭവിച്ചു, ഓരോ തവണ അത് പുറകോട്ട് വരാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ തൊലിനകത്ത് മുറിവുകൾ വരാണ്. നിയോനേറ്റൽ സർക്കംസിഷൻ, അത് ജന്മന തന്നെ കുഞ്ഞ് ജനിച്ച അപ്പം തന്നെ ചെയ്യുന്ന സർക്കംസിഷൻ ഈസ് 100% പ്രൊട്ടക്റ്റീവ് അഗെയിൻസ്റ്റ് പീനിസ് ക്യാൻസർ. യെസ്, അതെ, പഠനങ്ങൾ അങ്ങനെയാണ് തെളിയിച്ചിരിക്കുന്നത്.